ഫ്രണ്ട്സ്, അന്റാർട്ടിക്കയിൽ ഒരു ജോലി അത് നമ്മുടെ കേന്ദ്ര സർക്കാരിൻ്റെ കീഴിൽ, അതായത് നമ്മുടെ മിനിസ്ട്രി ഓഫ് എർത്ത് സയൻസിന് കീഴിലുള്ള NCPOR, അതായത് നാഷണൽ സെൻറ്റർ ഫോർ പോളാർ ആൻഡ് ഓഷ്യൻ റിസർച്ചിൻ്റെ പുതിയൊരു നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് നിങ്ങൾക്ക് വിവിധ ക്വാളിഫിക്കേഷൻ വെച്ച് അപ്ലൈ ചെയ്യാൻ പറ്റും. അപ്പോൾ അതിൻ്റെ കംപ്ലീറ്റ് എലിജിബിൾ ആണോ എന്ന് ചെക്ക് ചെയ്യുക. അപ്പോൾ അതിലേക്ക് എലിജിബിൾ ആണെങ്കിൽ നിങ്ങൾ എന്താണ് ചെയ്യേണ്ടത്, എങ്ങനെ അപ്ലൈ ചെയ്യണം എന്നുള്ള കാര്യങ്ങളൊക്കെ വിശദമാക്കുന്ന ഒരു വീഡിയോ ആണ്. അപ്പോൾ തുടക്കത്തിൽ തന്നെ ഞാൻ ഇതിൻ്റെ സാലറി കാര്യങ്ങളൊക്കെ ഒന്ന് കാണിക്കാം. അപ്പോൾ ഇത് വളരെ അട്രാക്റ്റീവ് ആണ്, അതുകൊണ്ടാണ് ജസ്റ്റ് ഞാനത് കാണിക്കുന്നത്. അപ്പോൾ ഇവിടെ കണ്ടോ നിങ്ങൾക്ക് കോൺട്രാക്റ്റ്, അതായത് ഇത് പെർമനൻറ്റ് വേക്കൻസി അല്ല കേട്ടോ, കോൺട്രാക്റ്റ് പീരീഡിലേക്കാണ്, അത് നിശ്ചിതമായുള്ളൊരു ടൈം ഡ്യൂറേഷനിലേക്കാണ് നിങ്ങൾ എടുക്കുക. അത് ഡിപ്പെൻസ് ഓൺ പ്രൊജക്റ്റിനും ഇതിനൊക്കെ അനുസരിച്ച് അത് എക്സ്റ്റെൻഡ് ചെയ്യാനുള്ള പോസിബിലിറ്റി ഒക്കെ ഉണ്ടാവും. പിന്നെ ഇതിൽ ഒരു പ്രാവശ്യം നമുക്ക് കയറിയാൽ വീണ്ടും ഇത് വിളിക്കുന്ന സമയത്തൊക്കെ നമുക്ക് പോകാൻ പറ്റും. അങ്ങനെ കുറച്ച് കണ്ടീഷൻ കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇവിടെ കാണാൻ പറ്റും നിങ്ങൾക്ക് ഇതാ മന്ത്ലി നിങ്ങൾക്ക് ഇവിടെ കാണാം 60,000 മുകളിൽ. ഫസ്റ്റ് ടൈം ആണ് നിങ്ങൾ അന്റാർട്ടിക്കയിലേക്ക് പോകുന്നതെങ്കിൽ നിങ്ങൾക്ക് മന്ത്ലി 60,000 മുകളിലാണ് ഒരു സാലറി ലഭിക്കുക. ഇനി നിങ്ങൾ ഓൾറെഡി അന്റാർട്ടിക്കയിൽ വർക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ, അങ്ങനെയുള്ള ഉദ്യോഗാർത്ഥികളുണ്ടെങ്കിൽ അവർക്ക് ഈ 81,000 സംതിങ് കിട്ടും കേട്ടോ. ഓക്കെ, അതാണ് മന്ത്ലി റെമ്യൂണറേഷൻ. അത് ഫിക്സ്ഡ് എമൗണ്ട് ആയിട്ട് ലഭിക്കും നമുക്ക് മന്ത്ലി. അത് കൂടാതെ കുറച്ച് അലവൻസ് കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇവിടെ കണ്ടോ നിങ്ങൾക്ക് അക്കോമഡേഷനും ഫുഡൊക്കെ ഫ്രീ ആയിരിക്കും. അത് നിങ്ങൾക്ക് ഷിപ്പിലായിരിക്കും യാത്ര ഉണ്ടാകുക. അപ്പോൾ ഷിപ്പിലാണെങ്കിൽ ഷിപ്പിൽ പോകുന്ന സമയത്ത് നിങ്ങൾക്ക് അക്കോമഡേഷനും ഫുഡും ഉണ്ടാകും. പ്ലസ് നിങ്ങൾക്ക് അതിനൊന്നും ചാർജ് ഇല്ല. പിന്നെ അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് അന്റാർട്ടിക്കയിൽ എത്തിയാലും അക്കോമഡേഷനും ഫ്രീ ആയിട്ട്, ഫുഡും ഫ്രീ ആയിട്ട് അക്കോമഡേഷനും ഉണ്ടാകും എന്നുള്ളതാണ്. അതിനൊന്നും നമുക്ക് വേറെ ചാർജ് കൊടുക്കണ്ട. പിന്നെ സ്പെഷ്യൽ പോളാർ ക്ലോത്തിങ് നിങ്ങൾക്ക് ലഭിക്കും. നല്ല തണുപ്പായത് കാരണം അവിടെ നമുക്ക് ധരിക്കാനുള്ള സ്പെഷ്യൽ പോളാർ ക്ലോത്തിങ് നമുക്ക് ഫ്രീ ആയിട്ട് ലഭിക്കും. ഓക്കെ, അതൊക്കെ വളരെ എക്സ്പെൻസീവ് ആയിട്ടുള്ള സംഭവമാണ്. അങ്ങനെയുള്ള ജാക്കറ്റ് കാര്യങ്ങളൊക്കെ അതൊക്കെ നമുക്ക് ലഭിക്കുന്നതാണ് ഇതിൻ്റെ കൂടെ. അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് ഇവിടെ അലവൻസ് ആയിട്ട്, ഓക്കെ, അന്റാർട്ടിക് അലവൻസ് എന്ന് പറഞ്ഞിട്ട് സമ്മർ സീസണിലാണെങ്കിൽ 1,500 രൂപ പെർ ഡേയും, ദെൻ വിൻ്റർ സീസൺ ആണെങ്കിൽ നിങ്ങൾക്ക് 2,000 രൂപ പെർ ഡേ നിങ്ങൾക്ക് ലഭിക്കും. ഇത് നിങ്ങൾക്ക് അവിടെ അന്റാർട്ടിക്കയിൽ സ്റ്റേ ചെയ്യുന്ന സമയത്ത് മാത്രമാണ് കിട്ടുക കേട്ടോ. നിങ്ങൾ ഷിപ്പിൽ പോകുന്ന സമയത്ത് ഈ അലവൻസ് കിട്ടില്ല. നിങ്ങൾ അന്റാർട്ടിക്കയിൽ എത്തിയ മുതൽ നിങ്ങൾക്ക് ഡെയിലി ഈ പറയുന്ന പെർ ഡേ ആണ് കിട്ടുന്നത്. നല്ലൊരു എമൗണ്ട് ആണ്. സമ്മറിലാണെങ്കിൽ 1,500, ദെൻ വിൻ്ററിലാണെങ്കിൽ 2,000. അപ്പം വിൻ്റർ സീസൺ എന്ന് പറയുമ്പോൾ 1 മാർച്ച് ടു 30 നവംബർ വരെയാണ്. സമ്മർ ആണെങ്കിൽ അവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു സമയങ്ങളിലാണ് നമ്മൾ എടുക്കുന്നതെങ്കിൽ നമുക്ക് അന്റാർട്ടിക്കയിൽ ഈ പറയുന്ന എമൗണ്ടിന് പാടെ നമുക്ക് എക്സ്ട്രാ ലഭിക്കുന്നതാണ്. അപ്പോൾ അത് നമുക്ക് ഓരോ ദിവസം കിട്ടുന്ന എമൗണ്ട് ആണ്. നല്ലൊരു എമൗണ്ട് നമുക്ക് എക്സ്ട്രാ റെമ്യൂണറേഷന് പുറമെ കിട്ടുന്ന എമൗണ്ട് ആണ് കേട്ടോ. ഓക്കെ, പിന്നെ ഇവിടെ കാണാം നിങ്ങൾക്ക് സെലക്റ്റഡ് കാൻഡിഡേറ്റ്സിന്, ഇപ്പോൾ നിങ്ങൾ ഇതിൽ ഷോർട്ട് ലിസ്റ്റ് ചെയ്ത് നിങ്ങൾ സെലക്ട് ആയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇപ്പോൾ ഡിപ്പെൻസ് ഓൺ ഷോർട്ട് ടേം അല്ലെങ്കിൽ ലോങ് ടേം. ഷോർട്ട് ടേം ഒക്കെ ആണെങ്കിൽ നമ്മൾ വാങ്ങുന്ന, അതായത് പ്രിപ്പറേഷൻ ഉണ്ടാവില്ല. അതിന് നമുക്കൊരു യാത്ര പോകുന്നതിന് മുൻപ് നമുക്ക് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങാൻ, അല്ലെങ്കിൽ നമ്മൾ വാങ്ങിയാൽ ആ ഒരു എമൗണ്ട് നമുക്ക് തിരിച്ച് കിട്ടും. ഓക്കെ, അത് 40,000 മുതൽ 60,000 രൂപ വരെ. ലോങ് ടേം ആണെങ്കിൽ നമുക്ക് 60,000 വരെ കിട്ടും. ഓക്കെ, അത് നമ്മൾ നമ്മുടെ ബില്ലിൽ നമ്മുടെ പേരും നമ്മുടെ ഇതൊക്കെ വെച്ച് നമ്മൾ കറക്റ്റ് ബില്ല് കൊടുക്കണം എന്നുള്ളതാണ്. അപ്പോൾ നമ്മളൊരു സാധനം വാങ്ങിക്കഴിഞ്ഞാൽ ആ ബില്ല് നമ്മൾ എന്തെങ്കിലും കാണിച്ചാൽ നമുക്ക് അതിൻ്റെ ഈ റീഫണ്ട് ലഭിക്കുന്നതാണ്. അപ്പോൾ അതിന് നമുക്ക് യാതൊരുവിധ കോസ്റ്റും വേണ്ട. നമുക്ക് ആ ഒരു പ്രിപ്പറേറ്ററി ആയിട്ട് നമുക്ക് നമ്മൾ ചിലവാക്കുന്ന കാര്യങ്ങളൊക്കെ നമുക്ക് തിരിച്ചു കിട്ടും എമൗണ്ട്. ഇനി അതോടൊപ്പം തന്നെ ഒരു ഇൻഷുറൻസ് ഉണ്ട്, 25 ലാഖിൻ്റെ നിങ്ങൾക്കൂടെ കാണാൻ പറ്റും. അപ്പോൾ ഇതൊക്കെയാണ് ഇതിൻ്റെ ഒരു അട്രാക്ഷൻ എന്ന് പറയുന്നത്. പക്ഷേ ഇതിലേക്ക് നമുക്ക് എങ്ങനെയാണ് സെലക്ഷൻ, എങ്ങനെയാണ് ഇതിൻ്റെ ക്വാളിഫിക്കേഷൻ കാര്യങ്ങളൊക്കെയാണ് ഇനി അടുത്ത് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ നിങ്ങളുടെ ഒരു അഭിപ്രായങ്ങളൊക്കെ പറയാം കേട്ടോ. ഓക്കെ, നിങ്ങൾക്ക് ഇങ്ങനെയുള്ള ജോലികളൊക്കെ ഇൻട്രസ്റ്റിംഗ് ആണോ? അതായത് ഇപ്പോൾ എനിക്ക് തോന്നുന്നു വളരെ റെയറാണ് നമുക്കൊക്കെ പോകാൻ പറ്റുന്ന, അല്ലെങ്കിൽ വളരെ റെസ്ട്രിക്റ്റഡ് ആയിട്ടുള്ളൊരു അവസ്ഥയിലാണ് ഈ പറയുന്നത്. നമ്മുടെ മീൻസ് നമുക്ക് സാധാരണ നമുക്ക് ഈ അന്റാർട്ടിക്കയിലൊക്കെ പോകാന്ന് പറയുന്നത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. കാരണം അവിടുത്തെ തണുപ്പും അവിടേക്കുള്ള വഴികളും ഒക്കെ. ഇതാകുമ്പോൾ കേന്ദ്ര സർക്കാരിൻ്റെ ഫണ്ടിൽ നമുക്ക് അവിടെ എത്താൻ പറ്റും, നമുക്ക് സാലറി കിട്ടും അല്ലേ. അത് വലിയൊരു കാര്യം തന്നെയാണ് ഞാൻ മനസ്സിലാക്കുന്നത്. നമുക്ക് കിട്ടുന്നൊരു അവസരമാണ്. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ നിങ്ങൾ കമൻറ്റ് ചെയ്യാം. ഇനി നമുക്ക് ഇത്തരത്തിലുള്ള ജോബ് അപ്ഡേഷൻ ഡെയിലി ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരുപാട് വീഡിയോസ് നമ്മൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, ചില വീഡിയോസ് കാണാൻ നമ്മുടെ ചാനലിൽ കയറിയിട്ട് നിങ്ങളതിന് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, അതുപോലെ ഹൈപ്പ് ചെയ്യാനുള്ള ഓപ്ഷനൊക്കെ ഉണ്ട്. മാക്സിമം സപ്പോർട്ട് ചെയ്താലേ ബാക്കിയുള്ളവരിലേക്ക് അത് റീച്ച് ആവുള്ളൂ. കാരണം നമ്മുടെ വീഡിയോയുടെ ലെങ്ത്ത് ഇച്ചിരി കൂടുന്നത് കാരണം ഇംപ്രഷനൊക്കെ വളരെ കുറയും. അതുകൊണ്ട് നിങ്ങളുടെ ആ ഒരു സപ്പോർട്ട് ഉണ്ടായിരിക്കണം. നിങ്ങൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക, നിങ്ങളുടെ ക്വാളിഫിക്കേഷൻ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യുക കേട്ടോ. ഓക്കെ, അപ്പോൾ നേരെ നമുക്ക് എന്ത് ചെയ്യാം, ഇതിൻ്റെ നോട്ടിഫിക്കേഷനിലേക്ക് വരാം. പിന്നെ നമ്മുടെ ചാനലിൽ മെമ്പേഴ്സ് ഓൺലി വീഡിയോ ചെയ്യുന്നുണ്ട്. നിങ്ങൾക്കാവും കിട്ടണമെങ്കിൽ ജോയിൻ ചെയ്യാം കേട്ടോ. നമ്മുടെ ചാനലിൽ ജോയിൻ ചെയ്താൽ മെമ്പേഴ്സ് ഓൺലി വീഡിയോ കിട്ടും. അപ്പോൾ നേരെ നമുക്കിതാണ് നോട്ടിഫിക്കേഷൻ നിങ്ങൾക്കിവിടെ കാണാൻ പറ്റും. നാഷണൽ സെൻറ്റർ ഫോർ പോളാർ ആൻഡ് ഓഷ്യൻ റിസർച്ച് ആണ്, മിനിസ്ട്രി ഓഫ് എർത്ത് സയൻസ്. അപ്പോൾ ഇതിലേക്ക്
വിളിച്ചിരിക്കുന്ന പോസ്റ്റുകൾ എന്ന് വെച്ചാൽ കരാർ അടിസ്ഥാനത്തിലാണ് 2026-28 ആ ഒരു സീസണിലേക്കാണ് വിളിച്ചിരിക്കുന്നത്. അപ്പോൾ ഇവിടെ കാണാൻ പറ്റും നിങ്ങൾക്ക് ഡേറ്റ് ഓരോ എന്താ പറയുക ഈ പോസ്റ്റിലേക്ക് ഈ ഇതിൽ നമുക്ക് സെലക്ട് ചെയ്യുന്നത് ഇൻ്റർവ്യൂ അടിസ്ഥാനത്തിലാണ്. അത് വാക്കിൻ ഇൻ്റർവ്യൂ ആണ്. അപ്പോൾ വാക്കിൻ ഇൻ്റർവ്യൂവിൻ്റെ ഡേറ്റ് ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഇതൊക്കെ നിങ്ങൾ കറക്റ്റ് ഒന്ന് നോക്കുക കേട്ടോ. വാക്കിൻ ഇൻ്റർവ്യൂവിൻ്റെ ഡേറ്റ് ഇവിടെ കാണാം. സീരിയൽ നമ്പർ 1 to 5 ഏപ്രിൽ 28 നിങ്ങൾക്ക് ഡേറ്റ് ഉള്ളത്. അതിൻ്റെ വെന്യൂ കാര്യങ്ങളൊക്കെ ഞാൻ പറയാം. ഏപ്രിൽ 28 അതിൻ്റെ ഡേറ്റ് വരുന്നത്. അപ്പോൾ വെന്യൂ ഞാൻ ആദ്യം തന്നെ ഇവിടെ കാണിക്കുക. ഇതുണ്ടോ, ഇതാണ് വെന്യൂ. ഓക്കെ, ഇവിടെ നമ്മൾ ഈ പറയുന്ന ദിവസങ്ങളിൽ നമ്മൾ എത്തണം. ഓരോ പോസ്റ്റിനും ഓരോ നിശ്ചയമുള്ള ഡേ ആണ്. ഇതാണ് വെന്യൂ, നമുക്ക് ഇൻ്റർവ്യൂ ഉള്ള. അപ്പോൾ നമ്മളിപ്പം പറയാൻ പോകുന്നത് സീരിയൽ നമ്പർ 1 to 5 ആണ്. അതിന് നിങ്ങൾക്ക് ഏപ്രിൽ 28 വാക്കിൻ ഇൻ്റർവ്യൂ നടക്കുന്നത്. ആ സമയത്ത് ആ ഒരു ഡേറ്റിൽ നിങ്ങൾ 9 to 11 മണിയുടെ ഉള്ളിലായിട്ട് നിങ്ങൾ ആ സ്ഥലത്ത് വെന്യൂ ഞാൻ കാണിച്ചില്ല അവിടെ നിങ്ങൾ എത്തണം എന്നുള്ളതാണ്. ഇനി ഇവിടെ വിളിച്ചിരിക്കുന്ന പോസ്റ്റ് അവിടെ കാണാം, വെഹിക്കിൾ മെക്കാനിക്. ഇതിൻ്റെ പോസ്റ്റ് കോഡ് നോക്കുക, സീരിയൽ നമ്പർ നോക്കുക. കാരണം ഇതിൻ്റെ ക്വാളിഫിക്കേഷൻ നമ്മൾ സീരിയൽ നമ്പറും പോസ്റ്റ് കോഡും വെച്ചിട്ടായിരിക്കും പറയാം കേട്ടോ. അതുകൊണ്ട് നിങ്ങളത് നോക്കി വെക്കാം. 4 വേക്കൻസി ഉണ്ട്. പിന്നെ സീരിയൽ നമ്പർ 2 ജനറേറ്റർ മെക്കാനിക് അല്ലെങ്കിൽ ഓപ്പറേറ്റർ GMO നിങ്ങൾക്ക് 1 വേക്കൻസി. ഇതിനടുത്ത് 3 സ്റ്റേഷൻ ഇലക്ട്രീഷ്യനാണ് STE 1 വേക്കൻസി. പിന്നെ 4 സീരിയൽ നമ്പർ വെഹിക്കിൾ ഇലക്ട്രീഷ്യൻ VWE 3 വേക്കൻസി. പിന്നെ നിങ്ങൾക്ക് 5-മത്തത് ഓപ്പറേറ്റർ എക്സ്കവേറ്റിംഗ് മെഷീനാണ് OEM എന്ന് പറയും 1 വേക്കൻസി. അപ്പോൾ ഈ ഓരോ പോസ്റ്റിൻ്റെയും എന്തായിരിക്കും നിങ്ങളുടെ ഡ്യൂട്ടി, നിങ്ങൾ എന്തൊക്കെയാണ് ചെയ്യേണ്ടി വരിക എന്നുള്ളതാണ് ഈ ലാസ്റ്റ് കോളത്ത് കൊടുത്തിരിക്കുന്നത്. വേണമെങ്കിൽ നിങ്ങൾക്ക് ജസ്റ്റ് റീഡ് ചെയ്യാവുന്നതാണ്. ഇനി അടുത്തത് ഡേറ്റ് ഓഫ് ഇൻ്റർവ്യൂ ഇവിടെ കാണാം. സീരിയൽ നമ്പർ 6 to 10. ഇപ്പോൾ നമ്മൾ പറയാൻ പോകുന്നതിന് 6 to 10 ഏപ്രിൽ 29 വാക്കിൻ ഇൻ്റർവ്യൂ. ആ സമയത്ത് നിങ്ങളവിടെ റിപ്പോർട്ട് ചെയ്യണം. റിപ്പോർട്ടിൻ്റെ ടൈം ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് ക്രെയിൻ ഓപ്പറേറ്റർ CRO 2 വേക്കൻസി. അതുപോലെ വെൽഡർ WDR 3 വേക്കൻസി. ദെൻ ബോയിലർ ഓപ്പറേറ്റർ ആൻഡ് മെക്കാനിക് ഓർ പ്ലംബർ ഓർ ഫിറ്റർ BPO 1 വേക്കൻസി. ദെൻ കാർപ്പൻറ്റർ നിങ്ങൾക്ക് CPR 3 വേക്കൻസി. ദെൻ വോയേജ് സപ്പോർട്ട് അസിസ്റ്റൻറ്റ് VSA 1 വേക്കൻസി. ഓക്കെ, ഇനി അടുത്തത് ഇതിനൊക്കെ എലിജിബിലിറ്റി പറയൂ കേട്ടോ. ഇനി ഇവിടെ അടുത്ത ഇൻ്റർവ്യൂ ഡേറ്റ് സീരിയൽ നമ്പർ 11 to 13 ഏപ്രിൽ 30 ഉണ്ടാകുക. അപ്പോൾ നമ്മൾ പറയാൻ പോകുന്ന ഓക്കെ ടൈം 9 to 11 ഇടയിൽ നമ്മൾ റിപ്പോർട്ട് ചെയ്യണം. മെയിൽ നേഴ്സ് MAN 3 വേക്കൻസി. അതുപോലെ തന്നെ സയൻറ്റിഫിക് അസിസ്റ്റൻറ്റ് SCA 2 വേക്കൻസി. ദെൻ ഇൻവെൻറ്ററി ആൻഡ് സ്റ്റോർ അസിസ്റ്റൻറ്റ് ISA 2 വേക്കൻസി. ഇനി അടുത്തത് ഡേറ്റ് ഓഫ് ഇൻ്റർവ്യൂടെ കാണാം. സീരിയൽ നമ്പർ 14 to 15 മെയ് 1 ഓക്കെ, ടൈം 9 to 11. അതിലേക്ക് സീരിയൽ നമ്പർ 14 റേഡിയോ ഓർ വയർലെസ് ഓപ്പറേറ്റർ ROP നിങ്ങൾക്ക് 3 വേക്കൻസിയാണ്. ദെൻ അടുത്തത് 15 ഷെഫ് ഓർ കുക്കാണ്. ഇതിൽ CHF 5 വേക്കൻസി. ഇത്രയാണ് വേക്കൻസി ഡീറ്റെയിൽസ്. സീരിയൽ നമ്പർ 15 വരെയാണ് ടോട്ടൽ എന്താ പറയുക നമ്മുടെ പോസ്റ്റുകൾ വരുന്നത്. ഇനി അടുത്തത് ഇതിൻ്റെ ക്വാളിഫിക്കേഷനും എക്സ്പീരിയൻസും ആണ്. അപ്പോൾ ഇവിടെ ഇനി സീരിയൽ നമ്പർ മാത്രമേ നമ്മൾ പറയുള്ളൂ. അതുപോലെ പോസ്റ്റ് കോഡ് അത് വെച്ച് നിങ്ങൾക്ക് ഇവിടെ നോക്കാം കേട്ടോ, ഏതാണെന്ന് നോക്കിയിട്ട് കൺഫേം ആക്കാവുന്നതാണ്. അപ്പോൾ ഇവിടെ കണ്ടെങ്കിൽ സീരിയൽ നമ്പർ 1 to 5 ഓക്കെ, സീരിയൽ നമ്പർ 1 to 5 വരെയും അതുപോലെ സീരിയൽ നമ്പർ 7 to 9 വരെയും. ഓക്കെ, ഇതിൻ്റെ ഇടയിൽ 6 ഒന്നുമില്ല കേട്ടോ. 6 വേറെ തന്നെയാണ്, അതിന് വേറെ അവിടെ 6 ഇവിടെ ഉണ്ട്. ഓക്കെ, അപ്പോൾ സീരിയൽ നമ്പർ 1 to 5 ഏതാ നോക്കുക, 7 to 9 ഏതാ നോക്കുക. അത് നിങ്ങൾക്ക് സീരിയൽ നമ്പർ നോക്കിയാൽ മനസ്സിലാവും. 1 to 5 എന്ന് പറയുമ്പോൾ ഇത് മുതൽ ഈ 5 വരെയുള്ളതിൻ്റെ ക്വാളിഫിക്കേഷനാണ് നമ്മൾ പറയാൻ പോകുന്നത്. പിന്നെ 7 to 9 അല്ല പറഞ്ഞത്. യെസ് 7 to 9 അത് നോക്കുക കേട്ടോ. അങ്ങനെ നോക്കിയിട്ട് നിങ്ങൾക്ക് ഇതിൻ്റെ എലിജിബിലിറ്റി മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ അല്ലെങ്കിൽ ഇത് അവിടെ പോസ്റ്റ് കോഡ് ഉണ്ട്, പോസ്റ്റ് കോഡ് നോക്കുകയും ചെയ്യാം. അപ്പോൾ ഇതിലേക്ക് നിങ്ങൾക്ക് സിവിലിയൻ അപ്ലൈ ചെയ്യാൻ ഇവിടെ ഇപ്പോൾ എക്സ് സർവീസ്മാനും അപ്ലൈ ചെയ്യാം കേട്ടോ. അപ്പോൾ അങ്ങനെയുള്ള ഉദ്യോഗാർത്ഥികളുണ്ട്, അവർക്ക് അപ്ലൈ ചെയ്യാം. ഇപ്പം നമ്മളെ പോലുള്ളവർക്ക് അപ്ലൈ ചെയ്യണമെങ്കിൽ ഇതിൻ്റെ ക്വാളിഫിക്കേഷൻ എന്താണെന്ന് വെച്ചാൽ ITI സർട്ടിഫിക്കറ്റ് ആണ് വേണ്ടത്. ഓക്കെ, മിനിമം 1 year ഡ്യൂറേഷനുള്ള ITI സർട്ടിഫിക്കറ്റ്. റിലവൻറ്റ് ട്രേഡ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് സീരിയൽ നമ്പർ 1 to 5 7 to 9 നോക്കുക. അതിൽ ട്രേഡുകൾ പറയുന്നുണ്ട്. ആ ട്രേഡുമായി ബന്ധപ്പെട്ടുള്ള ട്രേഡുകളിൽ നിങ്ങൾക്ക് എന്താണ് ITI ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാം. പക്ഷേ ഫ്രഷേഴ്സിന് അപ്ലൈ ചെയ്യാൻ പറ്റില്ല. ഇവിടെ 4 വർഷത്തെ എക്സ്പീരിയൻസ് വേണം. ഓക്കെ, അപ്പോൾ ഇത്തരം എക്സ്പീരിയൻസ് കൂടുതൽ ചോദിക്കുന്ന വേക്കൻസിയുടെ നോട്ടിഫിക്കേഷനൊക്കെ ചെയ്യണോ ചെയ്യേണ്ടതൊക്കെ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യാം. ഓക്കെ, കാരണം ഇതെന്താണെന്ന് വെച്ചാൽ നമ്മൾ ചെയ്യാൻ കാരണം എന്ന് വെച്ചാൽ ഇതൊരു വെറൈറ്റി ആയതുകൊണ്ടും അതോടൊപ്പം തന്നെ ഇനിയും നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ഒക്കെ ഉണ്ടെങ്കിൽ പിന്നീട് ഇങ്ങനെയുള്ള ചാൻസുകളിലൊക്കെ നിങ്ങൾക്ക് പോവാമെന്നുള്ള ഒരു ധാരണ ഉണ്ടാക്കുന്നതിൻ്റെ ഭാഗമായിട്ടൊക്കെയാണ് വീഡിയോ ചെയ്തത്. ഓക്കെ, അപ്പോൾ 4 years നിങ്ങൾക്ക് എക്സ്പീരിയൻസ് നിർബന്ധമാണ് ഈ ട്രേഡുമായി ബന്ധപ്പെട്ട്. ഇനി നിങ്ങൾക്ക് എഞ്ചിനീയറിംഗിൽ ഡിപ്ലോമ ഉണ്ടെങ്കിൽ അത് വെച്ചിട്ട് അപ്ലൈ ചെയ്യാൻ പറ്റും. ഡിപ്ലോമ ഉള്ളവർക്കാണെങ്കിൽ 3 year വർക്കിംഗ് എക്സ്പീരിയൻസ് മതി, 4 year വേണ്ട കേട്ടോ. ഓക്കെ, അപ്പോൾ ഡിപ്ലോമ നിങ്ങൾക്ക് സീരിയൽ നമ്പർ 1 to 5 അല്ലെങ്കിൽ 7 to 9 ബന്ധപ്പെട്ടുള്ള ആ ഒരു ഡിസിപ്ലിനിലായിരിക്കണം എന്നുള്ളതാണ്. ഇനി അടുത്തത് സീരിയൽ നമ്പർ 6 ആണ് CRO. ഇതിലേക്ക് വേണ്ട ക്വാളിഫിക്കേഷൻ എന്ന് വെച്ചാൽ നിങ്ങൾക്ക് ജസ്റ്റ് ലൈസൻസ് മതി, ഹെവി മോട്ടോർ വെഹിക്കിൾ ലൈസൻസ് മതി നിങ്ങൾക്ക്. എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ ആയിട്ടൊന്നും പറയുന്നില്ല.
ജസ്റ്റ് നിങ്ങൾക്ക് ഹെവി മോട്ടോർ വെഹിക്കിൾ ലൈസൻസ് ഉണ്ടായിരിക്കുക, പ്ലസ് എന്ത് വേണം നിങ്ങൾക്ക് ഹൈഡ്രോളിക് ക്രെയിൻസ് ഒക്കെ ഓപ്പറേറ്റ് ചെയ്യാൻ അറിഞ്ഞിരിക്കണം എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ അതൊക്കെ അത് എന്താണ് ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ആ ഒരു ക്വാളിഫിക്കേഷൻ നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം. മീൻസ് അതിൻ്റെ മറ്റെന്തെങ്കിലും ലൈസൻസ് നേടാണ്ടെങ്കിൽ അതൊക്കെ നേടിയിരിക്കണം എന്നുള്ളതാണ്. അതോടൊപ്പം തന്നെ ഇവിടെ 5 years എക്സ്പീരിയൻസ് വേണം അത് ക്രെയിൻ ഓപ്പറേറ്റ് ചെയ്തുള്ള 5 years എക്സ്പീരിയൻസ് വേണം. ആ ക്രെയിൻ എന്ന് പറയുന്നത് മോർ ദാൻ 20 മെട്രിക് ടൺസിൻ്റെ മുകളിലുണ്ടെങ്കിൽ അങ്ങനെയുള്ളവർക്ക് കുറച്ചും പാടെ എന്തുണ്ടായിരിക്കും മുൻഗണന കൊടുക്കും. ഓക്കെ, ഇനിയിപ്പോൾ അതിന് താഴെയുള്ളവരാണെങ്കിലും ഓപ്പറേറ്റ് ചെയ്താണെങ്കിലും നിങ്ങൾക്ക് അപ്ലൈ ചെയ്യുന്നതിൽ യാതൊരു കുഴപ്പമൊന്നുമില്ല. പക്ഷേ 20 മെട്രിക്കിൻ്റെ മുകളിലാണെങ്കിൽ അവർക്ക് കുറച്ചും കൂടെ മുൻഗണന കൊടുക്കും എന്നുള്ളതാണ് കേട്ടോ. ഇനി സീരിയൽ നമ്പർ 10 VSA. ഇതിലേക്ക് നിങ്ങൾക്ക് ITI സർട്ടിഫിക്കറ്റ് ആണ് 1 year ഡ്യൂറേഷനുള്ള ഈ പറയുന്ന VSA ഏതാണെന്ന് നിങ്ങൾ നോക്കിയാൽ മതി. സീരിയൽ നമ്പർ ആ ട്രേഡുമായി ബന്ധപ്പെട്ടുള്ള ITI വേണം, പ്ലസ് എന്ത് വേണം 4 years എക്സ്പീരിയൻസ് വേണം. ഓക്കെ, അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് ഈ പറയുന്ന ട്രേഡുകൾ ഏതാ മതി കേട്ടോ. ഈ പറയുന്ന ട്രേഡുകളിൽ ഏതെങ്കിലും എക്സ്പീരിയൻസ് മതി. ഓക്കെ, ഇത് നമ്മൾ നേരത്തെ പോസ്റ്റ് കോഡ് നോക്കിയാൽ മതി. നിങ്ങൾക്ക് VEM, VEE, OFM എന്നൊക്കെ പറഞ്ഞിട്ടും കൂടെ കാണാം. അപ്പോൾ ഇതൊക്കെ നമ്മൾ മുകളിൽ പറഞ്ഞ കോഡാണ്, അതുകൊണ്ടാണ് വീണ്ടും ഞാൻ റിപ്പീറ്റ് ചെയ്യാത്തത്. ഓക്കെ, അപ്പോൾ ആ ട്രേഡുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് എന്ത് വേണം, ഈ എക്സ്പീരിയൻസ് വേണം 4 years. ഇനി നിങ്ങൾക്ക് എഞ്ചിനീയറിംഗ് ഡിപ്ലോമ ഉണ്ടെങ്കിലും അപ്ലൈ ചെയ്യാൻ പറ്റും. അവർക്ക് 3 year എക്സ്പീരിയൻസ് മതി. അങ്ങനെയുള്ളവരാണെങ്കിലും ഈ പറയുന്ന ഏതെങ്കിലും ഒരു എന്താണ് ട്രേഡുമായി ബന്ധപ്പെട്ട് എന്താണ് VEM എന്നൊക്കെ നിങ്ങൾക്ക് മുകളിലേക്ക് നോക്കണതാ. ഇവിടെ ജസ്റ്റ് നമ്മൾ വേക്കൻസി പറഞ്ഞപ്പോൾ കറക്റ്റ് ഓരോന്നും ഇവിടെ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇതാണ് പോസ്റ്റ് കോഡ് വരിക, VEE. VEM എന്ന് പറയുന്നത് വെഹിക്കിൾ മെക്കാനിക് ആണ്. ഓക്കെ, അപ്പോൾ അങ്ങനെ ഓരോന്നും നിങ്ങൾ നോക്കിയിട്ട് ചെയ്യാം കേട്ടോ. ഓക്കെ, അപ്പോൾ ഈ VEM അല്ലെങ്കിൽ VEE, OEM ഇതിലേതെങ്കിലും ഒന്ന് മതി എക്സ്പീരിയൻസ്. ഓക്കെ, ഇനി അടുത്തത് സീരിയൽ നമ്പർ 11 ആണ്. ഇതിലേക്ക് നിങ്ങൾക്ക് ജനറൽ നേഴ്സിങ്ങിലുള്ള ഒരു ഡിപ്ലോമയാണ് വേണ്ടത്, വിത്ത് 3 year എക്സ്പീരിയൻസ് വേണം കേട്ടോ. അതുപോലെ തന്നെ നിങ്ങൾക്ക് BSc നേഴ്സിംഗ് കഴിഞ്ഞവർക്കും അപ്ലൈ ചെയ്യാൻ പറ്റും. അങ്ങനെയുള്ളവർക്ക് 2 year എക്സ്പീരിയൻസ് മതി. ഓക്കെ, ഇനിയിപ്പോൾ ഇവിടെ എന്താണ് ഓപ്പറേഷൻ തിയേറ്റർ ICU ഒക്കെ നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ അവരൊക്കെ കുറച്ചും കൂടെ മുൻഗണന ഉണ്ടാവുന്നുള്ളൂ. ബാക്കിയുള്ളവർക്കും ഇതിലേക്ക് എന്താണ് അപ്ലൈ ചെയ്യാം. ഇനി സീരിയൽ നമ്പർ 12 ആണ് SCA. ഇതിലേക്ക് നിങ്ങൾക്ക് എഞ്ചിനീയറിംഗ് ഡിപ്ലോമയാണ് വേണ്ടത്. ഇൻസ്ട്രുമെൻറ്റേഷനിലോ, ഇലക്ട്രോണിക്സിലോ, ഇലക്ട്രിക്കലിലോ, മെക്കാനിക്കലിലോ ഈ പറഞ്ഞ ഏതെങ്കിലും ഡിസിപ്ലിനിൽ എഞ്ചിനീയറിംഗ് ഡിപ്ലോമ ഉണ്ടായിരിക്കുക. 3 year നിങ്ങൾക്ക് എന്തുണ്ടായിരിക്കണം, വർക്ക് എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം. ഇനി അതല്ലെങ്കിൽ നിങ്ങൾക്ക് ബാച്ചിലേഴ്സ് ഡിഗ്രി ഇൻ ഫിസിക്കൽ സയൻസ് അല്ലെങ്കിൽ ഇൻസ്ട്രുമെൻറ്റേഷൻ. ഓക്കെ, അപ്പോൾ ഇൻസ്ട്രുമെൻറ്റേഷനിലോ ഫിസിക്കൽ സയൻസിലോ ബാച്ചിലേഴ്സ് ഡിഗ്രി ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അപ്ലൈ ചെയ്യാം. അതായത് ഫിസിക്കൽ സയൻസ് എന്ന് പറയുമ്പോൾ ഫിസിക്സ് ഓർ കെമിസ്ട്രി ആണ്, വിത്ത് 2 year എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം. അടുത്ത സീരിയൽ നമ്പർ 13 ആണ്. ഇതിലേക്ക് നിങ്ങൾക്ക് +2 പാസ്സായിരിക്കുക എന്നുള്ളതാണ്. അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് എന്ത് വേണം, ജനറൽ ഓപ്പറേറ്റർ സർട്ടിഫിക്കറ്റ് നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം എന്നുള്ളതാണ്. ഓക്കെ, അത് എന്തിനാണ് ആ സർട്ടിഫിക്കറ്റ് ഉപയോഗിക്കുന്നതെന്ന് വെച്ചാൽ ടു ഓപ്പറേറ്റ് ദ ഗ്ലോബൽ മാരിടൈം ഡിസ്ട്രസ് ആൻഡ് സേഫ്റ്റി സിസ്റ്റം. ഓക്കെ, അത് ഓപ്പറേറ്റ് ചെയ്യാനുള്ള ആ ഒരു ജനറൽ ഓപ്പറേറ്റർ സർട്ടിഫിക്കറ്റ് നിങ്ങളുടെ കയ്യിലുണ്ടായിരിക്കണം, വിത്ത് 4 year എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം എന്നുള്ളതാണ്. ഓക്കെ, ഇനി അതല്ലെങ്കിൽ ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗിൽ ഡിപ്ലോമ ഉണ്ടെങ്കിൽ അത് വെച്ചിട്ട് അപ്ലൈ ചെയ്യാം. 3 year എക്സ്പീരിയൻസ് മതി. ഓക്കെ, ഇനി അടുത്തത് സീരിയൽ നമ്പർ 14 ആണ്. ISI. ഇതിലെന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ നിങ്ങൾ ചോദിക്കാം. ഇതിലേക്ക് +2 പാസ്സായിരിക്കുക, പ്ലസ് എന്താണ് ITI വേണം. നിങ്ങൾക്ക് കമ്പ്യൂട്ടർ കോപ്പയിലുള്ള ITI വേണം. +2 വേണം, പ്ലസ് കോപ്പയിലുള്ള ITI വേണം, വിത്ത് 4 year എക്സ്പീരിയൻസും വേണം. ഇനി നിങ്ങൾക്ക് കമ്പ്യൂട്ടർ അപ്ലിക്കേഷനിൽ DC, അതായത് ഡിപ്ലോമ ഇൻ കമ്പ്യൂട്ടർ അപ്ലിക്കേഷൻ ഒക്കെ കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇതിലേക്ക് അപ്ലൈ ചെയ്യാം. 3 year വർക്കിംഗ് എക്സ്പീരിയൻസ് മതി. ഓക്കെ, അപ്പോൾ കമ്പ്യൂട്ടർ അപ്ലിക്കേഷനിൽ ഡിപ്ലോമ ഉണ്ടെങ്കിലും അപ്ലൈ ചെയ്യാം, 3 വർഷത്തെ എക്സ്പീരിയൻസ്. ഇത് സീരിയൽ നമ്പർ 15 ആണ്. നിങ്ങൾക്ക് ഇതിലേക്ക് ഡിപ്ലോമ ഇൻ ഹോട്ടൽ മാനേജ്മെൻറ്റ് ആൻഡ് കാറ്ററിംഗ് ടെക്നോളജി അല്ലെങ്കിൽ കൾനറി ആർട്ടിലോ നിങ്ങൾ ഡിപ്ലോമ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് വെച്ചിട്ട് അപ്ലൈ ചെയ്യാൻ പറ്റും ഇതിലേതെങ്കിലും. ഓക്കെ, ഇനി അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് എന്ത് വേണം, 3 year എക്സ്പീരിയൻസ് വേണം. ഓക്കെ, ഇനി നിങ്ങൾക്ക് ഡിഗ്രി ഇൻ ഹോട്ടൽ മാനേജ്മെൻറ്റ് ആൻഡ് കാറ്ററിംഗ് അല്ലെങ്കിൽ ഈ പറയുന്ന കൾനറി ആർട്ടിൽ ഡിഗ്രി ഉണ്ടെങ്കിൽ അത് വെച്ചിട്ട് അപ്ലൈ ചെയ്യാൻ പറ്റും. 2 year എക്സ്പീരിയൻസ് മതി ഡിഗ്രി ഉണ്ടെങ്കിൽ. ഇത്രയുമാണ് ഇതിൻ്റെ ക്വാളിഫിക്കേഷൻ കാര്യങ്ങളൊക്കെ. അപ്പോൾ ഇതിൻ്റെ ഒരു കോൺട്രാക്ട് ഡ്യൂറേഷൻ മേ ബി 6 months to 18 months ആയിരിക്കും, ഡിപ്പെൻഡിങ് ഓൺ സ്യൂട്ടബിലിറ്റിയും അതുപോലെ തന്നെ ഇതിൻ്റെ പ്രൊജക്റ്റിൻ്റെ ഇതിനൊക്കെ അനുസരിച്ചായിരിക്കും കേട്ടോ. ഓക്കെ, ഇത് സ്റ്റാർട്ട് ചെയ്യാനുള്ള ഡേറ്റ് 2026 November, December കേട്ടോ ഇതിൻ്റെ വർക്ക് സ്റ്റാർട്ടാകുക. ഓക്കെ, ബാക്കി കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞു. ഇനി ഇതിലേക്ക് എങ്ങനെ അപ്ലൈ ചെയ്യണമെന്ന് വെച്ചാൽ ഇതിലേക്ക് ഒരു അപേക്ഷാ ഫോം ഉണ്ട്. അപേക്ഷാ ഫോം നമ്മൾ എന്ത് ചെയ്യണം, ഡൗൺലോഡ് ചെയ്യണം. എന്നിട്ട് അത് കംപ്ലീറ്റ് ഫില്ല് ചെയ്യണം. ഫില്ല് ചെയ്തിട്ട് സെൽഫ് അറ്റസ്റ്റഡ് ഡോക്യുമെൻറ്റ്സ് ഒക്കെ ആയിട്ട് നേരത്തെ നമ്മൾ പറഞ്ഞില്ലേ, ഇൻ്റർവ്യൂവിൻ്റെ ഡേറ്റ് പറഞ്ഞില്ലേ, ആ ഡേറ്റിൽ നിങ്ങൾ കറക്റ്റ് നിങ്ങളുടെ ഒറിജിനൽ സർട്ടിഫിക്കറ്റും ഒരു സെറ്റ് സെൽഫ് അറ്റസ്റ്റഡ് ഫോട്ടോ കോപ്പി ആയിട്ട് നിങ്ങൾ വാക്കിൻ ഇൻ്റർവ്യൂവിന് പോവുകയാണ് വേണ്ടത്. ഡയറക്റ്റ് അതിന് മുന്നേ നമ്മൾ അപ്ലൈ ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. ഡയറക്റ്റ് നിങ്ങൾക്ക് വാക്കിൻ ഇൻ്റർവ്യൂവിന് പോയാൽ മതി.
അതോടൊപ്പം തന്നെ വാക്കിൻ ഇൻ്റർവ്യൂ പോകുന്ന സമയത്ത് ഒറിജിനൽ ഡോക്യുമെൻസും കൊണ്ടുപോകണം, ഒരു സെറ്റ് സെൽഫ് അറ്റസ്റ്റ് ഫോട്ടോ കോപ്പിയും കൊണ്ടുപോകണം, റീസെൻറ്റ് പാസ്പോർട്ട്സ് ഫോട്ടോഗ്രാഫും കാര്യങ്ങളൊക്കെ നിങ്ങൾ കൊണ്ടുപോകണം. ഓക്കെ, ID കാർഡും ഒക്കെ വേണം, പാൻ കാർഡോ ആധാർ കാർഡോ അതിലേതെങ്കിലും വേണം, മാരേജ് സർട്ടിഫിക്കറ്റ് അത് വേണം. അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ആയിട്ടാണ് നമ്മൾ പോകേണ്ടത്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ഫോം ഡൗൺലോഡ് ചെയ്യാൻ, അപ്പോൾ നമ്മൾ പറഞ്ഞു ഇൻ്റർവ്യൂവിൻ്റെ ഡേറ്റ് ഒക്കെ ഓരോന്നിൻ്റെയും പറഞ്ഞാണ് ആ ഡേറ്റിലാണ് നിങ്ങൾ പോകേണ്ടത്. അതിന് മുന്നേ നമ്മൾ എവിടെയും അപ്ലൈ ചെയ്യേണ്ട ആവശ്യമില്ല, മറ്റു രജിസ്ട്രേഷൻ ഫീയോ കാര്യങ്ങളൊന്നുമില്ല. നമ്മൾ ഇവിടെയാണ് ഇൻ്റർവ്യൂവിന് പോകേണ്ടത്. മിനിസ്ട്രി ഓഫ് ഫോർത്ത് സയൻസ് നിങ്ങൾക്കൂടെ കാണാം. ഓക്കെ, IMD ക്യാമ്പസ് നിങ്ങൾക്കൂടെ കാണാം, ന്യൂഡൽഹി ആണ് കേട്ടോ വരുന്നത്. ഇവിടെ നമ്മൾ പോകണം. ഓക്കെ, അപ്പോൾ നിങ്ങൾ പോകുന്നതിന് മുൻപ് ഇതിൽ പ്രിഫറൻസ് എന്ന് പറഞ്ഞിട്ടൊക്കെ കൊടുത്തിട്ടുണ്ടല്ലോ, മീൻസ് ചില പോസ്റ്റിന് ആ പ്രിഫറൻസിൽ പറഞ്ഞിരിക്കുന്ന ക്വാളിഫിക്കേഷനൊക്കെ ഉണ്ട്. കുറച്ചുകൂടെ നിങ്ങൾക്ക് എന്താണ് സ്യൂട്ടബിലിറ്റി കൂടുമെന്നുള്ളതാണ്. ഇനി എല്ലാത്തർക്കും പോവാട്ടോ, അത് ഡിപ്പെൻസ് ഓൺ എത്ര അപേക്ഷ വരുന്നു എന്നതിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. അപ്പോൾ ഇവർ ഇൻ്റർവ്യൂവിൻ്റെ ബേസിലായിരിക്കും ഇതിൻ്റെ സെലക്ഷൻ നടക്കുക. പക്ഷേ കൂടുതൽ ഉദ്യോഗാർത്ഥികളുണ്ട്, അവർ റിട്ടേൺ ടെസ്റ്റ് ഒക്കെ വെക്കും കേട്ടോ. അപ്പോൾ നിങ്ങൾ 1, 2, 3, 4 ദിവസമൊക്കെ അവിടെ സ്റ്റേ ചെയ്യാനുള്ള രീതിയിലൊക്കെ പോകേണ്ടി വരും. പോകുന്നവരുണ്ടെങ്കിൽ പോകുന്നവർ കമൻറ്റ് ചെയ്യുക, എക്സ്പീരിയൻസ് ഉള്ളവർ കമൻറ്റ് ചെയ്യുക. ഓക്കെ, അപ്പോൾ നിങ്ങളെ എക്സ്പീരിയൻസ് ഉള്ളവരൊക്കെ കമൻറ്റ് ചെയ്യുമ്പോൾ ഇത്രയും എക്സ്പീരിയൻസ് ഒക്കെ ഉള്ളവർ നമ്മുടെ ചാനൽ വീഡിയോ കാണുന്നുണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാനും ഇത്തരം വേക്കൻസി ഒക്കെ വരുമ്പോൾ നമുക്ക് ചെയ്യാനും പറ്റുള്ളൂ കേട്ടോ. അതുപോലെ നിങ്ങൾ ഫ്രഷർ ആണെങ്കിൽ ഫ്രഷർ ആണെന്ന് കമൻറ്റ് ചെയ്യുക. ഓക്കെ, ആരാണ് കൂടുതലുള്ളത് നോക്കട്ടെ. അപ്പോൾ നിങ്ങൾ അതനുസരിച്ച് കമൻറ്റ് ചെയ്യാം. പിന്നെ അതോടൊപ്പം തന്നെ ഇനി എങ്ങനെയാണ് നമുക്ക് ഇതിൻ്റെ ആപ്ലിക്കേഷൻ ഫോം ഡൗൺലോഡ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മുടെ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ അപ്ലൈ ആവുന്നതായിട്ട് ലിങ്ക് തരും. അതിൽ കാണാൻ നിങ്ങൾക്ക് NCPOR എന്ന് പറഞ്ഞിട്ട് കാണാം. താഴോട്ട് സ്ക്രോൾ ഡൗൺ ചെയ്യാം. നമ്മുടെ സോഷ്യൽ മീഡിയ ഇതിലൊക്കെ നിങ്ങൾ ഫോളോ ചെയ്യാം. ഏറ്റവും താഴോട്ട് സ്ക്രോൾ ഡൗൺ ചെയ്യുക, അതൊക്കെ റീഡ് ചെയ്യാവുന്നതാണ്. നിങ്ങൾക്ക് ഇവിടെ കണ്ടോ, നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ പറഞ്ഞിട്ട് ക്ലിക്ക് ചെയ്താൽ നോട്ടിഫിക്കേഷൻ ഡൗൺലോഡ് ചെയ്യാം. ഈ ആപ്ലിക്കേഷൻ ഫോം എന്നുള്ളത് ക്ലിക്ക് ചെയ്യുമ്പോൾ ജസ്റ്റ് ക്ലിക്ക് ചെയ്യാൻ കൊടുക്കുക. അത് ഓട്ടോമാറ്റിക് ഇവിടെ ഡൗൺലോഡ് ആകുന്നുണ്ട് കണ്ടോ. ഓക്കെ, ഇപ്പോൾ ഇവിടെ ഓപ്പൺ ആവും. ഇപ്പോൾ എൻ്റെ അത് ഈ വേർഡ് ഇല്ല, അപ്പോൾ ജസ്റ്റ് നോട്ടിലാണ് ഇത് ഓപ്പൺ ആയത്. അതുകൊണ്ട് ഇതിൻ്റെ അലൈൻമെൻറ്റ് കറക്റ്റ് ആവില്ല. നിങ്ങളിൽ ഇത് കറക്റ്റ് അലൈൻമെൻറ്റ് കിട്ടും കേട്ടോ. എൻ്റെ അതിൻ്റെ വേർഡ് ഇല്ലാത്തത് കൊണ്ടാണ്, ഇത് നോട്ടിൽ ഓപ്പൺ ആയതുകൊണ്ടാണ് ഇങ്ങനെ കാണിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ഈ ഫോം പ്രിൻ്റ് എടുക്കുക, ഇതായിട്ട് ഫില്ല് ചെയ്യുക. ഇതുമായിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, ആവശ്യമുള്ള ഡോക്യുമെൻറ്റ്സ് ഒക്കെ ആയിട്ട് നിങ്ങൾ എവിടെ പോവുക, നിങ്ങൾ വാക്കിൻ ഇൻ്റർവ്യൂവിന് അതത് ഡേറ്റിൽ നിങ്ങൾ പോവാണ് വേണ്ടത്. അതിൻ്റെ മുന്നായിട്ട് നമ്മൾ അപ്ലൈ ചെയ്യുക, രജിസ്റ്റർ ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പോൾ ഇത്രയാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കണ്ട. താങ്ക്